എല്ലാവർക്കും നമസ്തേ. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില വാക്കുകളാണ് എമ്പുരാൻ, ആവിഷ്കാര സ്വാതന്ത്ര്യം, കലാസൃഷ്ടി, ഇങ്ങനെ ചില വാക്കുകൾ. അത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇറങ്ങിയ ഒരു മോഹൻലാൽ അഭിനയിച്ച ഒരു ചിത്രമുണ്ട്, പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ. അതിനകത്തിൽ ഒരു വിഭാഗത്തിന് ചില സംഭവങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു എന്നതാണ് ആരോപണവും. പറയാൻ കാരണം, ഞാൻ ചിത്രം കാണാത്തത് കൊണ്ട് എനിക്ക് വിശദമായിട്ട് പറയാൻ പറ്റില്ല. സമൂഹത്തിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്, ഒരു വിഭാഗത്തിനെ മനഃപൂർവ്വം, ബോധപൂർവവും മനഃപൂർവ്വവും മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. അതാണ് വിവാദം ഉണ്ടാകാൻ കാരണം എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. അത് സത്യമാണെങ്കിൽ ഒരിക്കലും അത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് നമുക്കതിനെ ലഘൂകരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പം ഇതിനായിട്ട് കിടന്ന് വായിട്ടലയ്ക്കുന്നത് ഇടത് വലത് കക്ഷികളാണ്. പിണറായി മുതൽ താഴോട്ട് CPM-കാരും സതീശൻ്റെ കൂട്ടുള്ള കുറേ വിദ്വാന്മാർ തൊട്ട് UDF കോൺഗ്രസിലും ഒരു വശത്ത് നിന്നുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റം, ഇത് കുന്തം കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ സജി ചെറിയാൻ്റെ ഭാഷയിൽ പറഞ്ഞ കുന്തം കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത്. കലാകാരന്മാരുടെ അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നമ്മൾ മാനിക്കണം. പക്ഷേ ആ മാനിക്കുന്ന സമയത്ത് സമൂഹത്തിൽ രണ്ട് വിഭാഗത്തിന് തമ്മിലടിപ്പിക്കുന്ന രീതിയിൽ, വിഭാഗീയത ഉണ്ടാക്കുന്ന രീതിയിലാകരുത് ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മൾ വിനിയോഗിക്കേണ്ടത്. അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. കാരണം ഒരു സംഭവം ഉണ്ടായി, ആ സംഭവത്തിൽ കൂടി സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു സിനിമയായിട്ട് നോവലായിട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നിഷ്പക്ഷമായിരിക്കണം. ഇതിൻ്റെ തുടക്കം എന്താണ് സംഭവം, ഇങ്ങനൊരു ഉദാഹരണത്തിന് ഒരു കലാപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കം, സംഭവം എന്തായിരിക്കണം, അത് യഥാർത്ഥത്തിൽ തന്നെ സത്യസന്ധമായിട്ട് തന്നെ അത് ചിത്രീകരിക്കണം. ഇത് പറയാൻ കാരണം, ഗുജറാത്ത് കലാപത്തിനെ കുറിച്ചാണ് അതിനകത്തിൽ പറയുന്നത്. അത് ഒരു പറ്റം കർഷകർ വന്ന ട്രെയിനിനെ ഒരു വിഭാഗം തീയിട്ടു. ആ തീയിട്ടതിൽ നൂറുകണക്കിന് കർഷകർ കൊല്ലപ്പെട്ടു. അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് ഗുജറാത്തിൽ നടന്ന കലാപം. പക്ഷേ ഈ സിനിമയ്ക്കകത്തിൽ കാണിക്കുന്നത് ട്രെയിനിന് തന്നെത്താന് തീ പിടിച്ചു എന്നാണെന്നാണ് ഞാൻ അറിയുന്നത്, പറഞ്ഞു കേൾക്കുന്നത്. തന്നെത്താന് തീ പിടിച്ചപ്പോൾ അതിൽ പ്രകോപിതരായ മറുവിഭാഗം ഈ ഒരു വിഭാഗത്തിനെ വംശഹത്യ നടത്തി എന്നുള്ള രീതിയിലാണ് ചിത്രം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് നമ്മൾക്ക് കൂട്ടാൻ ഒക്കത്തില്ല. കാരണം ഈ ഒരു ചിത്രം ഈ പല ആൾക്കാരെയും വളരെയേറെ സ്വാധീനിക്കും. ഇപ്പോൾ ഒരു വിഭാഗത്തിന് അവർ വംശീയമായി ആക്രമിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞത് ചെയ്യുമ്പോൾ, അതും സ്വാഭാവികമായിട്ടുണ്ടായ ഒരു അഗ്നിബാധയെ തുടർന്ന് ഇങ്ങനെയൊക്കെ അവരുടെ സമുദായത്തിന് നേരെ വളരെ വലിയ ആക്രമണം ഉണ്ടായെന്ന് പറയുമ്പോൾ തീർച്ചയായും ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാത്ത ഒരു വിഭാഗം വളർന്നു വരുന്ന ഒരു തലമുറയുടെ ഉള്ളിൽ എന്തായിരിക്കും പറ്റുന്നത്? ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ഒരു സുരക്ഷയുമില്ല, കണ്ടില്ലേ സ്വാഭാവികമായി ഉണ്ടായ ഒരു സംഭവം, ഒരു യാദൃശ്യമായിട്ട് ഒരു തീപിടുത്തം, ഞങ്ങളാരും ഇതിനകത്തിൽ ആരും തീ വച്ചതല്ല, യാദൃശ്യമായിട്ട് ട്രെയിൻ സ്വയം കത്തിയപ്പോൾ അതിനെ തുടർന്ന് ഞങ്ങളുടെ വിഭാഗത്തിന് നേരെ വളരെ ക്രൂരമായ ആക്രമണങ്ങളാണ് നടന്നത്. ഞങ്ങളുടെ വിഭാഗത്തിലെ നൂറുകണക്കിന് ആൾക്കാരെ കൊന്നു, ഞങ്ങളുടെ വിഭാഗത്തിലെ സ്ത്രീകളെ, ഗർഭിണികളെ ബലാത്സംഗം ചെയ്തു, അല്ലെ ശൂലം കൊണ്ട് ഭ്രൂണത്തിലുള്ള കുഞ്ഞിനെ നശിപ്പിച്ചു എന്നൊക്കെ ഒരു തെറ്റായ ഒരു ചിന്താഗതി ഈ വളർന്നു വരുന്ന ഈ യുവതയുടെ മനസ്സിൽ രൂഢമൂലമാകും. ഇതെന്താണ്, ഇതിൽ നിന്നുണ്ടാകുന്ന ദുരന്തം എന്താണ്? ആ വിഭാഗത്തിലെ ഈ യുവത എന്നും മറുവിഭാഗത്തിനോട് വളരെ പ്രതീകാര മനോഭാവത്തോടെയായിരിക്കും അവർ വളർന്നു വരിക.
എപ്പോഴും അവരുടെ മനസ്സിൽ ഈ ഒരു ചിന്തയായിരിക്കും ഉണ്ടാകുക, ഞങ്ങളുടെ സമൂഹത്തിന് അന്ന് ഞങ്ങൾ പോലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകാത്ത തെറ്റിന് ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ടവരെ അതിക്രൂരമായി കൊന്നു, ഞങ്ങളുടെ സ്ത്രീകളെ അപമാനിച്ചു, അല്ലെ പിന്നെ ഉപദ്രവിച്ചു എന്നൊക്കെയുള്ള ആ ചിന്തയിലായിരിക്കും അവർ വളർന്നു വരിക. അവരുടെ മനസ്സിൽ ഇതിന് പ്രതികാരം ചെയ്യണം എന്നുള്ള ചിന്തയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം അതിനെ തുടർന്നുണ്ടാകുന്ന ആ ഒരു ദുരന്തം എത്രമാത്രം ഭയാനകമായിരിക്കും, രാഷ്ട്രത്തിന് എന്തുമാത്രം ദോഷകരമായിരിക്കും, നമ്മളത് ചിന്തിക്കണം. ഈ കലാസൃഷ്ടികൾ പടച്ചു വിടുന്നതിന് മുമ്പ് നമ്മൾ ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. തെറ്റായൊരു അവർ എന്തെങ്കിലും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിച്ചായിരിക്കും ഏതെങ്കിലും വിഭാഗത്തിൻ്റെ സാമ്പത്തികം വാങ്ങിക്കൊണ്ടായിരിക്കാം ഈ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് സമൂഹത്തിൽ ഇത് ഉണ്ടാക്കാവുന്ന ചലനങ്ങളാണ്, ദുരന്തങ്ങളാണ്. അത് ചിന്തിച്ച് വേണം നമ്മൾ കലാസൃഷ്ടികളെ നമ്മൾ പടച്ചുവിടേണ്ടത്. ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി ചെയ്യുമ്പോൾ അതിൻ്റെ യഥാർത്ഥ സംഭവം തന്നെ നമ്മൾ കലാസൃഷ്ടിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. തങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ചില സാമൂഹ്യ വിരുദ്ധർ ആ ട്രെയിൻ കത്തിച്ചു. അതേ തുടർന്നുണ്ടായ കലാപമാണ്, മറുവിഭാഗം നടത്തിയ പ്രതികരണമാണ് ഇതിന് കാരണം എന്ന് ആ ചിത്രത്തിൽ കാണിച്ചിരുന്നുവെങ്കിൽ ആ വിഭാഗത്തിൻ്റെ മനസ്സിൽ ഒരു തെറ്റായ ബോധമോ മറുവിഭാഗത്തിനോട് ഒരു പ്രതികാര മനോഭാവമോ ഉള്ളിൽ വളരുകയില്ലായിരുന്നു. പക്ഷേ നേരെ തിരിച്ചാണ് ഇവർ ചെയ്തിരിക്കുന്നത്, ഇതിനകത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഉള്ളിലിരിപ്പ്. അവർ മറ്റാർക്കോ വേണ്ടി ഈ സംഭവങ്ങളെ വളച്ചൊടിച്ച് സമൂഹത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ ഈ സിനിമ ചിത്രീകരിച്ചത് എന്നുള്ളത് നമുക്കിതിൽ നിന്നും സ്പഷ്ടമാണ്. ഏതൊരു സാഹിത്യ സൃഷ്ടിയായാലും കലാസൃഷ്ടിയായാലും ഇത് തന്നെയാണ് അവസ്ഥ. അല്ല എന്നുണ്ടെങ്കിൽ ഇവർ സതുദ്ദേശത്തോടു കൂടി അവരുടെ കാഴ്ചപ്പാടിൽ കൂടി ഒരു കലാസൃഷ്ടി നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒരു വിഭാഗത്തിനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇറക്കാറില്ല, അവരുടെ പ്രവൃത്തികളെ മാത്രം മോശമാക്കി ചിത്രം ഇറക്കുകയില്ല. മറുവിഭാഗത്തിനും ഇവർ നിഷ്പക്ഷരാണ്, ഇവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ലെന്നുള്ളത് ഉണ്ടെങ്കിൽ അവർ മറുവിഭാഗത്തിനെ ഇതേ രീതിയിൽ പരിഗണിച്ചുകൊണ്ട് ഇവർ ചിത്രം ഇറക്കും, അല്ല കലാരൂപം ഇറക്കും. പക്ഷെ അതിന് ഇവർ തയ്യാറാകാതെ ഇവരുടെ വാക്കുകളിൽ കൂടിയും പ്രവൃത്തികളിൽ കൂടിയും ഒരു വിഭാഗത്തിനെ ഇതുപോലെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അവർക്കെതിരായിട്ട് നിൽക്കുന്നവരെ സന്തോഷിപ്പിക്കാനും അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നതിൽ നിന്നും തന്നെ ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവരിത് ബോധപൂർവം ചെയ്യുന്ന കാര്യമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സാഹിത്യ സൃഷ്ടിയായാലും അതുപോലെ തന്നെ നമ്മളെല്ലാം വാഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ഒരു സാഹിത്യകാരനുണ്ട്, MT വാസുദേവൻ നായർ. അയാൾ എന്തൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്? ഒരു സിനിമയ്ക്കകത്തിൽ അയാളുടെ തിരക്കഥയാണെന്ന് തോന്നുന്നു, നിർമാല്യം, ഒരു പൂജാരിയോ മറ്റോ ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ മായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ ഭാര്യയെ അപമാനിക്കുകയോ മാനഭംഗപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരാൾ ആ ദേവിയെ ഉപാസിക്കുന്ന ആളായിട്ട് തനിക്കിതാണല്ലോ അവസ്ഥ ഉണ്ടായെന്ന് പറഞ്ഞ് ദേവിക്ക് നേരെ തുപ്പുന്നു. ഇതൊക്കെ ബോധപൂർവം ചെയ്യുന്ന കാര്യമാണ്. പണം ഉണ്ടാക്കുക, ഒരു വിഭാഗത്തിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് നേട്ടം ഉണ്ടാക്കുക. തീർച്ചയായിട്ടും ഈ രണ്ടാമൂഴം എന്ന് പറയുന്ന ഒരു നോവൽ ഈ MT തന്നെ എഴുതിയിരുന്നു. അയാളെ ലോകം മൊത്തം പോഴ്ത്തി കഴിവുള്ള മനുഷ്യനാണ്, സാഹിത്യപരമായിട്ടും നല്ല കഴിവുള്ള മനുഷ്യനാണ്. അത് നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്.
ഇയാൾ ഈ രണ്ടാം ഊഴത്തിൽ കൂടി എത്ര മോശമായിട്ടാണ് മഹാഭാരത കഥയെ വക്രീകരിച്ച് എഴുതിയത്. ലോകത്തിന് മുന്നിൽ ഇതാണ് മഹാഭാരതം, യഥാർത്ഥ മഹാഭാരതം എന്ന് വരുത്തി തീർത്ത് സനാതനധർമ്മത്തെ വളരെ മോശപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അയാളുടെ കഴിവിനെ വിനിയോഗിച്ചത്. അപ്പോൾ അയാളെ പൊക്കിക്കൊണ്ട് നടക്കാൻ ഇതേപോലുള്ള ആൾക്കാർ, ഈ എന്നും സനാതനധർമ്മത്തിന് എതിരെ നിൽക്കുന്നവർക്ക് ഒരു ഊർജം പകരുന്നതിന് വേണ്ടിയും അതിനെ അപമാനിക്കുന്നവർക്ക് ഉയർത്തി കാട്ടുന്നതിന് വേണ്ടിയുമാണ് അയാൾ ഈ രണ്ടാമൂഴം എഴുതിയതും നിർമാല്യം പോലുള്ള സിനിമകൾ ഇറക്കിയതും. അല്ല സതുദ്ദേശവും അല്ല അയാളുടെ ഒന്നും മനസ്സിൽ, സാഹിത്യബോധവുമല്ല. എങ്ങനെ ഇവിടുത്തെ സനാതന ധർമ്മത്തെ അധിക്ഷേപിച്ചുകൊണ്ട് സമ്പാദനം ഉണ്ടാക്കാം, എങ്ങനെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പലയിടത്തു നിന്നും പല ആനുകൂല്യങ്ങളും പല അവാർഡുകളും ലഭിക്കും, അതെങ്ങനെ കരസ്ഥമാക്കാം. ഇത്തരം ചിന്താഗതി ഉള്ളവരാണ് ഈ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്നതും കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും. ഈ MT എന്തുകൊണ്ടാണ് ഈ മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തെ മുൻനിർത്തിക്കൊണ്ട് അതിനെ ഇകഴ്ത്തി കാണിച്ചപ്പോൾ, അതിന് തയ്യാറായപ്പോൾ അയാൾ എന്തുകൊണ്ട് മറ്റു വിഭാഗങ്ങളിലെ ഏതെങ്കിലും ഇതേപോലുള്ള ഒരു സംഭവത്തെ ഇതേ രീതിയിൽ വക്രീകരിച്ച് അയാൾ സാഹിത്യ സൃഷ്ടി നടത്താൻ തയ്യാറായില്ല? ഇതിൽ നിന്ന് തന്നെ അയാളുടെ ദുരുദ്ദേശം, അയാളുടെ ഉള്ളിലിരിപ്പ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അയാളുടെ കഴിവിനെ അയാൾ ദുരുപയോഗിച്ച് അയാൾ നേട്ടങ്ങളുണ്ടാക്കാൻ ശ്രമിച്ചു. ഒരു വിഭാഗത്തിനെ, ഇവിടുത്തെ ഭൂരിപക്ഷ വിഭാഗത്തിനെ, സനാതനധർമ്മ വിശ്വാസികളെ മോശക്കാരായി ചിത്രീകരിച്ചുകൊണ്ട് അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് അവരുടെ അടയാളങ്ങളെ മോശമാക്കിക്കൊണ്ട് മറുവിഭാഗത്തിൻ്റെ കയ്യടി നേടുക, കമ്മ്യൂണിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള മറുവിഭാഗത്തിൻ്റെ കയ്യടി നേടുക, അതിൽ കൂടി സ്വാർത്ഥ നേട്ടങ്ങളുണ്ടാക്കുക. ഇതൊക്കെയാണ് ഈ കലാരംഗത്ത് ഇപ്പം എമ്പുരാനായാലും ഈ രണ്ടാമൂഴമായാലും നടക്കുന്നത്. അത് പൃഥ്വിരാജ് ആയാലും MT വാസുദേവൻ നായരായാലും മുരളി ഗോപിയോ ഈ എമ്പുരാൻ്റെ തിരക്കഥാകൃത്തായാലും ഇവരെല്ലാം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇത് തന്നെ. നമ്മുടെ നാട്ടിൽ ഇന്ന് നിലനിൽക്കുന്ന ആ സമാധാനാന്തരീക്ഷം തകർക്കുക, ഒരു വിഭാഗത്തിനെ പ്രീണിപ്പിച്ചുകൊണ്ട് മറുവിഭാഗത്തിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യമാണ് ഇവരുടെ എല്ലാം മുന്നിൽ ഉള്ളത്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സമാധാനപ്രിയരായിട്ടുള്ളവരും സാധാരണക്കാരായിട്ടുള്ളവരും യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രതികരിക്കുക. നമ്മൾ അക്രമം കാണിക്കാതെ സമാധാനപരമായി തന്നെ നമ്മൾ അതിനെ പ്രതിഷേധിക്കുക. ഇപ്പോൾ തന്നെ ഈ സിനിമയെക്കുറിച്ച് ഒരു വിഭാഗം പറഞ്ഞപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം എന്തെന്ത് പ്രശ്നങ്ങളാണ് വരുന്നത്. നേരത്തെ ഒരു കാശ്മീരി ഫയൽസ്, കേരള സ്റ്റോറി എന്നൊക്കെ 2 ചിത്രങ്ങൾ ഇറങ്ങിയപ്പോൾ ഈ പിണറായി ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും അതിനെതിരെ ഭയങ്കരമായിട്ടുള്ള വളരെ വലിയ കോലാഹലങ്ങളാണ് നടത്തിയത്. അന്ന് ഇവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെ ആവിഷ്കാര സ്വാതന്ത്ര്യം അവരുടെ അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലായി. ഇന്നോ എമ്പുരാൻ വന്നു കഴിഞ്ഞപ്പോൾ അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, കലാകാരൻ്റെ അവകാശമാണെന്ന് പറയും. എന്തുകൊണ്ട് ഇവന്മാർ ഈ പിണറായി വിജയനാകട്ടെ, ഗോവിന്ദനാകട്ടെ, സതീശനാകട്ടെ, രമേശ് ചെന്നിത്തലയാകട്ടെ, സുധാകരനാകട്ടെ, ആരും എന്തുകൊണ്ടന്ന് ഈ കാശ്മീരി ഫയൽസോ കേരള സ്റ്റോറിയോ ഒന്നും അത് കലാകാരൻ്റെ കലാഭാവനയാണല്ലേ, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അവൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ് അതിനെ അംഗീകരിക്കാതിരുന്നത്? ഒന്നും വേണ്ട, നമ്മുടെ 1921 യഥാർത്ഥ മലബാർ ലഹള, മാപ്പിള ലഹളയെ കുറിച്ചുള്ള ഒരു യഥാർത്ഥ കഥ സിനിമയാക്കിയപ്പോൾ പുഴ മുതൽ പുഴ വരെ അതിന് എന്താണ് സംഭവിച്ചത്? ഇവരെന്തുമാത്രം പ്രശ്നങ്ങളുണ്ടാക്കി? എന്തുകൊണ്ട് അവരത് ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, കലാകാരൻ്റെ സൃഷ്ടിയാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞതിനെ
അനുകൂലിക്കാതെ തടയാൻ ശ്രമിച്ചത്? എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ എമ്പുരാൻ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അത് കലാകാരൻ്റെ അവകാശമാണെന്ന് പറഞ്ഞ് അനുകൂലിക്കുന്നത്? ഇതെല്ലാം നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. നമ്മൾ വെറും പൊട്ടന്മാരാവരുത്, വിഡ്ഢികളാവരുത്. കേരളത്തിലെ സാധാരണ ജനങ്ങൾ, പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിസ്റ്റുകളെയും കോൺഗ്രസ്സുകാരെയും പിന്തുണച്ച് നടക്കുന്ന ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവർ ചിന്തിക്കുക. നിങ്ങൾക്ക് നീതി ലഭിക്കുകയില്ല. നിങ്ങളെ വേറൊരു തരത്തിൽ എപ്പോഴും താഴ്ത്തിക്കെട്ടാനും നിങ്ങളെ ഇല്ലായ്മ ചെയ്യാനുമാണ് ഈ രണ്ട് വിഭാഗവും, കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും, പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിച്ച് നമ്മൾ പ്രവർത്തിക്കുക. നമ്മുടെ സമ്മതിദാനാവകാശം അതനുസരിച്ച് വിനിയോഗിക്കുക. ഇത്തരക്കാരെ ഞങ്ങളെ അധിക്ഷേപിച്ചാലും ഞങ്ങളെ ഒഴിവാക്കിയാലും ഞങ്ങൾ പ്രതികരിക്കും എന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ എന്ന് ഈ ഒരു വിഭാഗം തയ്യാറാകുന്നു, അന്നേ ഈ ഹിന്ദു സമൂഹം രക്ഷപ്പെടുകയുമുള്ളൂ. അവർക്ക് അഭിമാനത്തോടുകൂടി സമൂഹത്തിൽ ജീവിക്കാൻ അവർക്ക് ഭയം കൂടാതെ പുറത്തിറങ്ങി നടക്കാൻ കഴിയുകയുമുള്ളൂ എന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മയിരിക്കുക, എപ്പോഴും അത് മനസ്സിൽ കൊണ്ട് നടക്കുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.